ഈ ക്വസ്റ്റ്യൻ നോക്കാം. സി കെ പ്ലസ് ടാൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. ഇത് സിംപ്ലിഫൈ ചെയ്യണം. ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിംപ്ലിഫിക്കേഷനും മോർ ദാൻ 80% ചെയ്യുന്നത് സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്തിട്ടാണ്. മോർ ദാൻ 80% പ്രോബ്ലംസും. ഓക്കെ, അതാണ് നല്ലത്, സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതട്ടെ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. സീക്ക് എ ആണല്ലേ. സീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/sin a ആണെന്ന് നമുക്കറിയാമല്ലോ. അല്ല, 1/cos a ആണെന്ന് അറിയാമല്ലോ. സീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് കോസ്. 1/cos എന്ന് എഴുതി. പ്ലസ് പിന്നെ വരുന്നത് ടാൻ എ ആണ്. ടാൻ എ എന്ന് പറഞ്ഞാൽ sin a/cos a. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ആണത്. ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin a/cos a. ഇവിടെ വരുന്നത് 1 മൈനസ് സൈൻ എ. ഇത് ക്ലിയർ ആയല്ലോ. 1 മൈനസ് സൈൻ എ. ഓക്കെ, കറക്റ്റാണ്. നമുക്കിത് ആഡ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിനും ഒരേ ഡിനോമിനേറ്ററാണ്, കോസ് എ. അപ്പോൾ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ. കൂടാതെ ഇവിടെ ഒരു 1 മൈനസ് സൈൻ എ ഉണ്ട്. അത് ന്യൂമറേറ്റർ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്, താഴെയൊന്നുമില്ല. 1 പ്ലസ് സൈൻ എ ബൈ കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. അതിലെ ഒരു കാര്യം ചെയ്താലോ. 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ വരും ന്യൂമറേറ്റർ. താഴെ കോസ് എ. ക്ലിയറായി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ 1 സ്ക്വയറിന് 1 എന്ന് എഴുതാം. 1 മൈനസ് സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ കൂട്ടത്തിൽ ഇതുണ്ട്. നമ്മൾ അവസാനമായിട്ടൊരു 9 ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. ആ 9 ബൈ ഹാർട്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് 9 പഠിച്ചാൽ മാത്രമേ ഈ സിംപ്ലിഫിക്കേഷൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ ആ 9 ഈ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്താണെന്ന് ഓർമ്മയുണ്ടോ? 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് കോസ് സ്ക്വയർ എ ആണ്. പഠിച്ച ഐഡൻറ്റിറ്റിയാണേ. താഴെ കോസ് എ. കോസ് സ്ക്വയർ എ ബൈ കോസ് എ എന്ന് പറയുമ്പോൾ ഒരു കോസ് വെട്ടിപ്പോയിട്ട് എന്ത് വരും? ആൻസർ കോസ് എ കിട്ടും അല്ലേ. അപ്പോൾ കോസ് എ ആണ് ഇതിൻ്റെ ആൻസർ, ഓപ്ഷൻ ഡി.